ഹലോ ഗൈസ്, ജംഗ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് സന്തോഷകരമായ വീഡിയോസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളതിന് താമസിച്ചില്ലാണ്ട് നമ്മുടെ ഈ പുറകിലത്തെ കുഞ്ഞു വീട് പറിക്കേണ്ടതായിട്ട് വരും. അത് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടായിരുന്നു. ദിവസേ ഒരു ഹായ് പറഞ്ഞേ. നമ്മൾ കുളിക്കാൻ വേണ്ടി പോകാൻ നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കൂട്ടാത്തത്. നമ്മൾ താഴോട്ടൊക്കെ ഒന്ന് പോകണം, ടൗണിലോട്ടൊക്കെ പോകണം. നാളെ പണിയൊക്കെ ഉണ്ട്. പണിയുള്ളപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. നാളത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ രാവിലെ 10:30 ചായ എന്ന് പറയുമ്പോൾ കപ്പയും മീൻകറിയൊക്കെയാണ് സാധാരണ. കപ്പ മീൻകറി, പൂളാന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ. നമ്മുടെ ഇവിടെ കപ്പയും മീൻകറി, അല്ലെങ്കിൽ കപ്പയും അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണം. ഓരോ ദിവസം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ തീരും. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വൈകുന്നേരം പോകണം. അങ്ങനെ ഇത് പോകണം കേട്ടോ വൈകുന്നേരം. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കുളിച്ചൊരുങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം തക്കിരി എൻ്റെ തോളെ കയറിയതാണ് കേട്ടോ. ദിവസം കുളിക്കാൻ പോകുന്നതുകൊണ്ട് തക്കിരി എൻ്റെ തോളെ കയറി. തക്കിരി ആ വണ്ടി എടുത്ത് മാറ്റടി തക്കിരിയെ. വണ്ടി കച്ചോണ്ടിച്ചല്ലേ, കൈ മാറ്റിക്ക്. മാറ്റി കടിച്ച് പിടിച്ചേക്ക് കേട്ടോ. അതുവരെ വിടുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വിഷയമൊന്നുമില്ല. നമ്മുടെ വീട് പണി എവിടം വരെ ആയി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എടുത്തെടുത്ത് നമ്മുടെ കല്ലൊക്കെ ഇവിടെ തീരാറായി കേട്ടോ. ഇവിടെ മൊത്തം ചളിക്കുളവാണ്. വീട്ടിലോട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ അഴിച്ച് താത്തി കെട്ടി. കാരണം നമ്മുടെ കെട്ടുന്ന ആ ഒരു സ്ഥലത്ത് പ്രശ്നമായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ച് താത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടോ ഇവിടുത്തെ കട്ട മൊത്തം എടുത്ത് തീർന്നു കേട്ടോ. ഈ സൈഡിലെ കട്ട മൊത്തം ഒരു ലോഡ് കല്ലാണ് ഏകദേശം ഇപ്പം തീരാറായി. ഒരു ലോഡ് കല്ല് തീരാറായിട്ടുണ്ട്. നാളെയും കൊണ്ട് ഈ പുതിയ ലോഡിലോട്ട് കയറി പിടിക്കും. അപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമ്മുടെ ഇരിക്കുന്നത്. നമ്മുടെ കട്ടളവൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോം ടൂർ പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരു ദിവസം ചെയ്തു തരാം. കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാര്യമായിട്ട് ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ വീട് ഇപ്പം കേട്ടോ. അപ്പോൾ ഇത് 2 റൂമാണ്. കണ്ടോ, ഇവിടെ കാണുന്ന 2 റൂമാണ്. ഒരു റൂമിൻ്റെ 2 ജനലൊക്കെ നമ്മൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട്, നമ്മളൊരു വീഡിയോ പണ്ട് നമ്മൾ മാനന്തവാടി പോയിട്ട് വയനാട്ടിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു ജനലൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കണം. പക്ഷേങ്കിൽ ഇവിടുത്തെ ജനൽ പോലെയല്ല, പിടിച്ചു വെക്കാനൊക്കെ വലിയ കഷ്ടപ്പാടാണ്. പെട്ടെന്നൊന്നും പിടിച്ചു വെക്കാനല്ല, ഭയങ്കര വെയിറ്റുള്ള ജനലാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ ജനലിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഈ ജനലിൻ്റെ കേട്ടോ. പിന്നെ കട്ടളയാണെങ്കിൽ നല്ല വീതിയുള്ള ഈ കട്ടളയാണ് നമ്മുടെ വെച്ചത്. ആദ്യത്തെ റൂമിൻ്റെ കട്ടളയാണ് നമ്മൾ വെച്ചത്. അപ്പം കട്ടളവെപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. കട്ടളവെപ്പായിട്ട് നടത്തി നമ്മൾ എന്താ പറയുക, അതങ്ങ് കഴിഞ്ഞെന്തായാലും. പിന്നെ ഈ നടുക്കൊരു ബാത്റൂമുണ്ട്. 2 റൂം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് 2 റൂം അപ്പുറം 2 റൂം, നടുക്ക് ബാത്റൂം, ഇങ്ങനെയാണുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ ഹാള്, നിങ്ങൾ ഈ കാണുന്ന ഹാള്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് വരും. ഇവിടെ ഇങ്ങനെ കയറുന്നിടത്തോട്ടൊരു സ്റ്റെയർ കേസ് വരും. നമ്മുടെ 2ാം നിലയിലോട്ട് പോകുന്നതിൻ്റെ ഒരു സ്റ്റെയർ കേസ് വരും. അതൊന്നും ആയിട്ടില്ല, അതൊക്കെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയാണ് ഇത് അടുക്കള വരുന്നത് കേട്ടോ. ഇത് അടുക്കള. ഇപ്പുറത്ത് ഈ കാണുന്ന വർക്ക് ഏരിയ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇത് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട്. ഇവിടെ ഒരു ഫില്ലർ വരും. ആ ഫില്ലറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷെഡ് പൊളിച്ചേ മതിയാവും. വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഭയങ്കര സങ്കടമാണ് സംഭവം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അത് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനാവുള്ളൂ. അപ്പോൾ ഈ ഒരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീടും പരിസരമൊക്കെ. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ അപ്ഡേഷൻസ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. കൂടുതൽ ചേച്ചിമാരൊക്കെ എന്നെ വിളിക്കും ജിജോ മോനെ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ജിജോ മോനെ വീട് പണി എന്തായി, എന്തൊക്കെ ആയിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തക്കിരി ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടു. ടാറ്റാ ടാറ്റ കൊടുക്കാത്തേ. മൂടൗട്ടാട്ടോ, ഉറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതാണ്. അപ്പോൾ ഗൈസ് ബൈ. നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോ കാണാം. നാളത്തെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ.